പുല്ലാട് സ്വദേശിനി ഷാരിമോളുടെ കൊലപാതകത്തിൽ ഭർത്താവ് ജയകുമാർ തിരുവല്ലയിൽ പിടിയിലായി. കൊലപാതകം നടന്ന 4-ാം ദിവസമാണ് പ്രതി പിടിയിലാകുന്നത്. പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സി.കെ. അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഒരുപാടുണ്ട്, ദുരൂഹതകൾ അവർ ആരോപിക്കുന്നുണ്ട്. പ്രതിയെ ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. പോലീസ് സാഹസികമായിട്ടാണോ പിടികൂടിയത്? ഇപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് പ്രതിയെ? മറ്റ് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ? ഫ്ലൈ ഓവറിന് താഴെ തിരുവല്ല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് അടുത്ത് ബാറിനോട് ചേർന്ന ഭാഗത്തു നിന്നാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ജയകുമാറിനെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ചേർന്ന് പിടികൂടിയത്. ഇവിടെ ഇയാളെ കണ്ട പ്രദേശവാസിയായ ഒരാൾ സംശയം ഉന്നയിച്ച് പോലീസിനെ വിവരം അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ 4 ദിവസമായി ഇയാൾ ഒളിവിലായിരുന്നു. കൃത്യമായി ഏത് ദിശയിലൊക്കെ തന്നെയാണ് ഇയാൾ കറങ്ങി നടന്നത് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടക്കം ഇനി ലഭ്യമാകേണ്ടതുണ്ട്. ഇയാൾ കൊലപാതകത്തിനും അതോടൊപ്പം തന്നെ പിതാവിന്റെ സഹോദരി എന്നിവരെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കാനായി ഉപയോഗിച്ച ആയുധം കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ സ്ഥലത്ത് തെളിവെടുപ്പടക്കം ബാക്കിയുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം കടന്ന ജയകുമാർ കഴിഞ്ഞ 4 ദിവസം എവിടെയൊക്കെ പോയി എന്ന അടക്കമുള്ള വിവരങ്ങളും വിശദാംശങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ പുറത്തു വന്ന വിവരം അനുസരിച്ച് ഭാര്യയിൽ ഇയാൾക്കുണ്ടായിരുന്ന സംശയമാണ് അക്രമത്തിനും കൊലപാതകത്തിനും ഇടവരുത്തിയത് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇയാളെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പ്രത്യേക സംഘം ചോദ്യം ചെയ്തു വരികയാണ്. വൈകുന്നേരം SP കൂടി എത്തി വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. നാളെ പ്രതിയെ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കും. അതേസമയം തന്നെ ഈ അക്രമത്തിൽ മാരകമായി മുറിവേറ്റ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ ജയകുമാറിന്റെ ഭാര്യ ഷാരിമോളുടെ സംസ്കാരം അല്പം മുൻപാണ് വീട്ടുവളപ്പിൽ നടന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അഭിലാൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രതി തന്നെ വിവരിക്കണം. തെളിവെടുപ്പ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. തെളിവെടുപ്പിനെ ഇനി എത്തിക്കണം. മറ്റ് ആയുധവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള കാര്യങ്ങൾ, പിന്നീട് ഈ പ്രകോപനത്തിന് വഴിവെച്ച കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണം. അങ്ങനെ പ്രതി ഇപ്പോൾ സഹകരിക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തോട്, പോലീസിനോട്? നമുക്ക് ലഭ്യമാവുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇയാൾ ഒളിവിൽ കഴിഞ്ഞ 4 ദിവസങ്ങൾ ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഔദ്യോഗികമായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി സാന്നിധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇത് വിശദീകരിക്കുമെന്നാണ് മനസ്സിലായിട്ടുള്ളത്. വർഷങ്ങളായി ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണമായി പറയപ്പെടുന്നത് ഇവർക്ക് അതായത് മരണമടഞ്ഞ ഷാരിമോൾക്ക് മറ്റു ചിലരുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയം ജയകുമാർ ഉണ്ടായിരുന്നു. ഇതേ ചൊല്ലി വീട്ടിൽ നിരന്തര കലഹവും ഒന്നിലധികം തവണ ജയകുമാർ ഷാരിമോളെ മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഷാരിമോൾ ഈ വിഷയത്തിൽ പരാതി രേഖാമൂലം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ നൽകുകയും ജയകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ദമ്പതികൾക്ക് പോലീസ് കൗൺസിലിംഗ് നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറെടുത്തപ്പോൾ ഭർത്താവിനെ താക്കീത് ചെയ്ത് വിട്ടാൽ മതി, തനിക്ക് മേലിൽ നൽകിയത്. പുല്ലാട് സ്വദേശിനി ഷാരിമോളുടെ കൊലപാതകത്തിൽ ഭർത്താവ് ജയകുമാർ തിരുവല്ലയിൽ പിടിയിലായി. കൊലപാതകം നടന്ന 4-ാം ദിവസമാണ് ഈ പ്രതി പിടിയിലാകുന്നത്. പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.